അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നും ഇന്നലെയുമായി ഷഹീദ് റിയാസ് മൗലവിയുടെ കുടുംബത്തിന് നൽകിയ വീടിനെപ്പറ്റി ഇന്നലെ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരുന്നു. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് വീട് നൽകി എന്നുള്ള ഒരു വാർത്തയുമായി ആ വീടിൻ്റെ പൂർണ്ണരൂപവും റിയാസ് മൗലവിയുടെ പിതാവുമായ സുലൈമാൻ ചെയ്യും, അതുപോലെ തന്നെ വീടിൻ്റെ ഉടമസ്ഥൻ ലത്തീഫുമായി എല്ലാം സംസാരിക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. അതേസമയത്ത് ഇന്ന് ഏതോ ഒരു കാസർഗോട്ടുകാരൻ ആ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ഒരു കയ്യൂം മാന്യ എന്ന് പറയപ്പെടുന്ന മാന്യതയില്ലാതെ പച്ചക്കളവ് പ്രസംഗിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇന്നും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ വഞ്ചിക്കുക, കളവ് പറഞ്ഞ് പറ്റിക്കുക എന്നുള്ള കാര്യങ്ങളിൽ ഈ കയ്യൂം മാന്യ എന്ന് പറയപ്പെടുന്ന ഈ വിഷൻ അഡ്മിൻ, അതല്ലെങ്കിൽ ഒരു ലീഗ് പ്രവർത്തകൻ, അതല്ലെങ്കിൽ ഒരു SK പ്രവർത്തകൻ, ഏതായാലും സുൽത്താനുൽ ഉലമയെ എങ്ങനെയെങ്കിലും ഒന്ന് താറടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പകലിനെ കണ്ണടച്ച് ഇരുട്ടാക്കുക എന്നുള്ള ആ ശൈലിയിൽ പച്ചക്കളവ് പ്രസംഗിച്ച് ഒരു പോസ്റ്റ് കാണുകയുണ്ടായി. ആ വ്യക്തിയോട് അത് ഇനെ ഷെയർ ചെയ്യുന്നവരോടും പറയാനുള്ളത്, ആസാദ് നഗർ കൊട്ടമുടി എന്ന് പറയപ്പെടുന്ന സ്ഥലത്തുകാരനാണ് ഞാൻ. ഞങ്ങൾക്കും നാട്ടുകാർക്കും മുഴുവനുമായും അതിൻ്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. നാട്ടിലെ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ റിയാസ് മൗലവിയുടെ ചാരിറ്റി പ്രസിഡൻറ്റും അതിൻ്റെ ഭാരവാഹികളും ജമാഅത്ത് ഭാരവാഹികളും സുൽത്താനുൽ ഉലമയെ കണ്ണൂരിൽ വെച്ച് കാണുകയും ലത്തീഫ് സയദി ഉസ്താദിനോടൊപ്പം പോയി അവിടുന്ന് സംസാരിക്കുകയും ഈ വീട്ടിൻ്റെ കാര്യങ്ങളെല്ലാം ഉറപ്പിക്കുകയും അത് നല്ല രീതിയിൽ സുൽത്താനുൽ ഉലമ അതിന് സമ്മതം കൊടുക്കുകയും ലീഗുകാർ വീടെടുത്താൽ പ്രശ്നമല്ല, ഈ വീടും അവർക്ക് ഇരുന്നോട്ടെ, 2 വീടുമായി ഒന്നിൽ അവർ താമസിച്ചോട്ടെ, ഒന്നിൽ അവർ വാടക കൊടുത്തോട്ടെ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഉസ്താദ് സംസാരിച്ച് അവരെ പറഞ്ഞയക്കുകയുണ്ടായി. അതിനുശേഷം സുൽത്താനുൽ ഉലമ ഉസ്താദ് ഒരു ഫോട്ടോ വൈറലായി കണ്ടു. ആ ഫോട്ടോയിൽ ഉസ്താദ് ആ ലത്തീഫ് എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് ഈ ചാരിറ്റിയുടെ പ്രസിഡൻറ്റിൻ്റെ അരികിൽ വെച്ച് തന്നെ 11.5 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. അഡ്വാൻസായി കൈമാറിയ ആ ഫോട്ടോവും എല്ലാവർക്കും കണ്ടതാണ്. ഇതിനെല്ലാം കണ്ണടച്ച് പകലിനെ രാത്രി എന്ന് കണ്ണടച്ച് ഇരുട്ടാക്കി പറയും പോലെ ഇതിനെല്ലാം ഇരുട്ടാക്കിക്കൊണ്ട് ചില വ്യക്തികൾ ലീഗിൻ്റെ പേരിലും ഈ വിഷൻ്റെ പേരിലെല്ലാം രംഗത്ത് വന്നത് കണ്ടു. ഇവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് സുൽത്താനുൽ ഉലമ വീട് നൽകിയാൽ എന്താണ് നിങ്ങൾക്ക് ബേജാറ്, നിങ്ങൾക്ക് എന്താണ് വെപ്രാളം? നിങ്ങൾ പറയുന്നതിൽ എത്ര കളവാണുള്ളത്? ഇന്ന് പറഞ്ഞ ഒരു വിഷയം, ഈ കയ്യൂം മാന്യ എന്ന് പറയപ്പെടുന്ന ഇവനെ ഈ കാസർഗോഡുകാരും ഈ സംഘടനയിലും എങ്ങനെയാണ് ഇങ്ങനെ കളവ് പറയുന്നവനെ വെച്ച് പൊറുപ്പിക്കുന്നത്? കയ്യൂം മാന്യയോട് തന്നെ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഇത്രയും കണ്ണടച്ച് ഇരുട്ടാക്കി കളവ് പറഞ്ഞത്? ഇനിയും നീ അങ്ങനെ ഈ നാട്ടിൽ വന്ന് ഈ ജമാഅത്തുകാരുടെ മുമ്പിൽ വെച്ച് ഈ കളവ് നീ പറയാൻ പ്രചരിപ്പിക്കാൻ നീ തയ്യാറുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. കയ്യൂം മാന്യ, നിനക്ക് യോജിച്ച പണിയല്ല. നിനക്ക് വേറെ ഏതെങ്കിലും, നിങ്ങൾക്ക് എന്തോ ഇതിൻ്റെ പിന്നിലുണ്ട്, അതിൻ്റെ രഹസ്യമാണ് കാണുന്നുള്ളത്. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ എടുത്തു കൊടുക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ വീടെടുത്തു കൊടുക്കാമായിരുന്നു. പക്ഷേ അവിടെ കാന്തപുരത്തെയും സുൽത്താനുൽ ഉലമയെയും സുൽത്താനുൽ ഉലമയുടെ സംഘടനയും കരിവാരിത്തേച്ചുകൊണ്ട് ആവണ്ട. നിങ്ങൾ പിരിച്ച പണം കൊണ്ട് അത് തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നായാലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് KMCCയുടെ കീഴിൽ പിരിച്ച പണമായാലും അതിൽ കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. അത് അവർ ആ കുടുംബക്കാർ
ആര് കൊടുത്താലും ഏത് വിഭാഗം കൊടുത്താലും സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ അതിനെ പറഞ്ഞ് ഇല്ലായ്മ ചെയ്യേണ്ട ആവശ്യം ഇല്ല. KMCC പിരിച്ചു എന്ന് പറയുന്ന കേട്ടു. ഇതുവരെ നാട്ടിലെത്തിയ വിവരമൊന്നും ആ കയ്യൂമിൻ്റെ പ്രസംഗത്തിൽ തന്നെ ഇല്ല. KMCC ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പിടിച്ചതായാണ് എൻ്റെ അറിവിലേക്ക് കേട്ടത്. ആ വിവരം ഒന്നും പറയാതെ 29 എന്തോ ലക്ഷം രൂപ കാസർഗോഡ് ജില്ലയിൽ നിന്ന് സാമൂഹ്യമായി പിരിപ്പിച്ച ആ പണത്തിൻ്റെ കണക്കും പറഞ്ഞുകൊണ്ടാണ് ലീഗിൻ്റെ കൊടിയും പിടിച്ച് കയ്യൂമാനിയ മുമ്പിലേക്ക് രംഗത്ത് വന്നിട്ടുള്ളത്. ഓ സഹോദര, സുൽത്താനുൽ ഉലമ പ്രഖ്യാപിച്ചിട്ടുള്ളത് ദാറുൽ ഖൈർ SYSൻ്റെ ഫണ്ടിൽ നിന്നാണ്. അതല്ലാതെ ആരെയും നിങ്ങളെ കാലിൻ്റെ അടിയിലേക്ക് വന്നുകൊണ്ടല്ല. അത് സുൽത്താനുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. ആ വീട് നല്ല രീതിയിൽ എടുത്തു. അവിടെ റിയാസ് മൗലവിയുടെ വാപ്പയും അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ ലത്തീഫും സംസാരിക്കുന്നതെല്ലാം ജനങ്ങൾ ലൈവായി കണ്ട വീഡിയോ ആണ്. ഞാൻ അതേ നാട്ടുകാരനായതുകൊണ്ടാണ് ഇത് ഇത്രയും ധൈര്യത്തിൽ പറയുന്നുള്ളത്. 11.5 ലക്ഷം രൂപ ഉസ്താദ് അഡ്വാൻസ് കഴിഞ്ഞ മാസം തന്നെ കൊടുത്തിട്ടുമുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു മാസം ഞാൻ നാട്ടിലില്ല, ഞാൻ ബാംഗ്ലൂരിലാണ് ഉള്ളത്. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ ഇതിലുള്ള കളവുകൾ അത് സത്യമാണ് എന്ന് ജനങ്ങൾക്ക്, ആ വീട് AP ഉസ്താദ് എടുത്തു കൊടുത്ത വീട് സത്യമാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയൽ അത് ആ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലൈവിൽ വന്നിട്ടുള്ളത്. ഇവർക്ക് എന്തോ ഒരു ഭയപ്പാട്, എന്തോ ഒരു വെപ്രാളം ആ കയ്യൂമിന് കാണുന്നുണ്ട്. ഇതിനു മുമ്പ് കാസർഗോഡ് ജില്ലയിൽ പ്രചരിപ്പിച്ചു കാന്തപുരം സുൽത്താനുൽ ഉലമ അങ്ങനെ ഒരു വീടെടുത്ത് കൊടുത്തിട്ടില്ല എന്നാണ്. അങ്ങനെയാണ് ഏതോ എരുമാടേക്ക് സിയാറത്തിന് വരുന്ന ഒരു ടീം വന്ന് അവിടെ ആ വീട്ടിൻ്റെ അടുക്കൽ പോയി റിയാസ് മൗലവിയുടെ വാപ്പയും കൂട്ടി ആ വീട്ടിൻ്റെ അടുക്കൽ പോയി ലൈവ് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതാണ്. ഇന്ന് കയ്യൂം പറയുന്നു അവരുടെ വാപ്പക്കോ അതല്ലെങ്കിൽ ആ നാട്ടുകാർക്കോ ആയിരിക്കും അറിയില്ല എന്നാണ്. എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നുള്ളത്? നിങ്ങൾക്ക് ആരെയാണ് ഭയം? എന്താണ് ഭയം? നിങ്ങൾ ഈ KMCCയുടെ കീഴിൽ പിരിച്ച പണത്തിൻ്റെ കണക്കെന്താ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പറയാതെ നിന്നത്? ഒരുപാട് പിരിച്ചിട്ടുണ്ടല്ലോ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നെല്ലാം പിരിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടത്. ആ കണക്കൊന്നും നിങ്ങൾ ഇന്ന് പറഞ്ഞില്ലല്ലോ. നാട്ടിൽ 2 അക്കൗണ്ടിൽ വന്ന ആ കണക്ക് മാത്രമാണല്ലോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ നാട്ടിലേക്ക് വന്ന അക്കൗണ്ട് കണക്ക് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അത് നാട്ടിലുള്ള ചാരിറ്റിക്കാർ നോക്കിക്കോളും. ഈ കയ്യൂമിനെ നോക്കേണ്ട ആവശ്യമില്ല. അതിന് നാട്ടിൽ നല്ല പക്വതയുള്ള ഒരു കമ്മിറ്റി രൂപീകരണം നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ കൈയിടേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീടെടുത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ എടുത്തു കൊടുത്തോ, അത് ആ കുടുംബം സ്വീകരിക്കാൻ തയ്യാറാണ്. ആ കുടുംബത്തിന് വേണ്ടി നിങ്ങളെക്കൊണ്ട് ഏത് സംഘടന ചെയ്താലും ആ കുടുംബം സ്വീകരിക്കാൻ തയ്യാറുമാണ്. സുൽത്താനുൽ ഉലമ പറഞ്ഞിട്ടുള്ളതും ആ രീതിയാണ്. ആര് കൊടുത്താലും മേടിച്ചോട്ടെ, ആ കുടുംബത്തിന് വേണ്ടിയല്ലേ എന്നുള്ളത് സുൽത്താനുൽ ഉലമ നല്ല രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ നിങ്ങളെപ്പോലെ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ വീട് മേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഫിത്ന ഉണ്ടാക്കിയതല്ല. കയ്യൂമാനിയ, നീ ഓർത്തോളണം, ഷഹീദ് റിയാസ് മുസ്ലിയാർ അത് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടി മരണപ്പെട്ടതല്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടി മരണപ്പെട്ടതല്ല. മുസ്ലിം സമൂഹത്തിന് വേണ്ടിയിട്ടാണ് മരണപ്പെട്ടത്. ഒരു മുസ്ലിയാരായി, ഒരു മുസ്ലിമായി എന്നുള്ള ആ ഒറ്റൊരു കാരണം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആ റിയാസ് മൗലവിക്ക് ഷഹീദിൻ്റെ കൂലി കൊടുക്കുമാറാവട്ടെ, ആ ഷഹീദങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. കയ്യൂമാനിയ, ഇങ്ങനെയുള്ള പച്ചക്കള്ളം നിർത്തി വേറെ എന്തെങ്കിലും പണിക്ക് പോക്കല്ലേ നിനക്ക് നല്ലത്? വേറെ എന്തെങ്കിലും തൊഴിൽ, പച്ചക്കളവ് പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് വേറെ എന്തെങ്കിലും തൊഴിലാണ്. ഞാൻ പറയുന്നില്ല, ഞങ്ങൾക്കറിയാം സുനാമി ഫണ്ടിൻ്റെ കഥയും അതുപോലെ തന്നെ ഗുജറാത്ത് ഫണ്ടിൻ്റെ കഥയും എല്ലാം അറിയാം. അതുപോലെ ആക്കരുത് നിങ്ങൾ. ഗൾഫിൽ നിന്നും KMCCൻ്റെ കീഴിൽ പിരിച്ച പണത്തിൻ്റെ കണക്കൊന്നും പറയാതെ ഞങ്ങളെ കൊണ്ട് ഇത്ര ദിവസം ഞങ്ങൾ ലീഗുകാർ കൊടുക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരും രംഗത്ത് വന്നില്ല. ഞങ്ങൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ മേടിക്കണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ സുൽത്താനുൽ ഉലമയെയും ഞങ്ങളുടെ പ്രസ്ഥാനത്തെയും തൊട്ട് കളിച്ചാൽ ഞങ്ങൾക്ക് പറയേണ്ടത് വിളിച്ചു പറയേണ്ടത്, സത്യം വിളിച്ചു പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് ഞങ്ങൾക്ക് പറയുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ബേജാറുമില്ല. നീ നിർത്തി നിൻ്റെ വേറെ എന്തെങ്കിലും ഈ വിഷൻ, അത് ഞങ്ങൾക്ക് സുൽത്താനുൽ ഉലമയുടെ പ്രസ്ഥാനത്തിന് കാകരിച്ചു തുപ്പുന്ന ഒരു ഓൺലൈൻ മീഡിയയാണെന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ സംഘടനയാണെന്നറിയാം. ഞങ്ങൾക്ക് അതിലൊന്നും വിഷമമോ ദുഃഖമോ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ വിജയം നിങ്ങളെപ്പോലെയുള്ള ശത്രുക്കളുടെ കല്ലെറിച്ചലാണ്. ആ കല്ല് പറക്കി അട്ടി വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രസ്ഥാനം ഇന്ന് ഈ നിലയിൽ ഉയർന്നു നിൽക്കുന്നുള്ളത്.
ഇനിയും അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഉയർച്ച തന്നെ നൽകും. നിങ്ങളെപ്പോലെ ഫിത്നയും കളവും ഫസാദുമുണ്ടാക്കി നടക്കാനല്ല ഞങ്ങൾ ഉള്ളത്. നീ ഓർത്തോ, ഇനി നീ ഇങ്ങനെയുള്ള വീഡിയോവുമായി വന്നു കഴിഞ്ഞാൽ നിനക്ക് ആ നാട്, കൊട്ടമ്പടി എന്ന് പറയപ്പെടുന്ന നാട് ഹറാമായി പോകും. നീ ശ്രദ്ധിച്ചോ, ഓർത്തോ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളുടെ പ്രവർത്തകർ ഒരുപാട് ആളുകളെയാണ് ഇവൻ സംശയത്തിലാക്കിയിട്ടുള്ളത്. എത്ര ആളുകളാണ് എന്നോട് വിളിച്ചു ചോദിച്ചത്. എൻ്റെയിലുള്ള വാട്സപ്പിലുള്ള ഗ്രൂപ്പുകളിലെല്ലാം ഈ വീഡിയോ വരികയാണ്. ഉസ്താദിൻ്റെ ഇന്നലത്തെ ആ വീഡിയോ പച്ചക്കളവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലൈവ് വീഡിയോ, അത് പൂർണ്ണ രൂപം വിട്ടിട്ടുണ്ട്. അതിലെല്ലാം സത്യമാണ്. റിയാസ് മൗലവിയുടെ ഉപ്പയുണ്ട്, അതുപോലെ തന്നെ ആ വീടിൻ്റെ ഉടമസ്ഥനുണ്ട്. എല്ലാം സത്യമാണ്. 11 സെൻറ്റ് സ്ഥലമടങ്ങിയ വീടും സ്ഥലവുമായി 11 സെൻറ്റ് സ്ഥലമാണ് അതിലുള്ളത്. 35 ലക്ഷത്തിൻ്റെ ഉള്ളിലായി 33.5 ലക്ഷം രൂപക്ക് ആണ് അത് കച്ചവടം ചെയ്തിട്ടുള്ളത്. അതിൽ 11.5 ലക്ഷം രൂപ കൈമാറിയിട്ടുമുണ്ട്. കളവ് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ദീനിൻ്റെ വേണ്ടിയിട്ടാണോ നീ ഈ സേവനം ചെയ്യുന്നത്? അല്ല ഏതെങ്കിലും പിശാചുക്കൾക്ക് വേണ്ടിയിട്ടാണോ നീ ഈ വിഷന്നെന്ന് പറഞ്ഞ് നീ വലിയ സേവകനാണെന്നാ കേട്ട്? നിന്റെ സേവനം ഏതാണെന്ന് ഇപ്പോൾ എല്ലാ ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. ഖയ്യൂം മാന്യ, ഓർത്തോ, ഖയ്യൂം മാന്യ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി ഇന്ന് നമ്മുടെ സംഘടനയും സുൽത്താനുൽ ഉലമ ഷഹീദ് റിയാസ് മൗലവിക്ക് നൽകിയ വീടിനെ പറ്റിയും ഒരു കള്ളപ്രചരണം നടത്തിയിട്ടുണ്ട്. അതിനെതിരെയാണ് ഈ എൻ്റെ വോയിസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യുക. സുൽത്താനുൽ ഉലമക്ക് വേണ്ടിയും നമ്മുടെ സംഘടനക്ക് വേണ്ടിയും പ്രസ്ഥാനത്തിന് വേണ്ടിയും അതിന് അഹോരാത്രം പരിശ്രമിക്കുന്നവർക്ക് വേണ്ടിയും എല്ലാവർക്കും, എനിക്ക് വേണ്ടിയും, ഈ സാധുവായ എനിക്ക് വേണ്ടിയും എല്ലാവരും ദുആ ചെയ്യുക. എൻ്റെ പേര് ഹഫീൽ അംജദി. ഞാൻ ഇതേ കൊട്ടമ്പടി റിയാസ് മുസ്ലിയാരുടെ അയൽവാസിയും കൂടിയാണ്. എല്ലാവരും റിയാസ് ഉസ്താദിനും ആ കുടുംബത്തിന് സമാധാനം കിട്ടാൻ വേണ്ടിയും എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.